പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞങ്ങളിവിടെ ആൽബർട്ടയിൽ ഏഡ്രി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു വീട് മേടിച്ചു. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ജസ്റ്റ് നമ്മൾ അന്ന് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ദിവസത്തെ വീഡിയോ മാത്രമായിരുന്നു അന്ന് ഞാൻ കാണിച്ചത്. അപ്പം അത് കഴിഞ്ഞ് കീ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെൻറ്റിന് താമസിച്ച വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നായിരുന്നു. കാരണം നമ്മൾ സാധനങ്ങളൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിറ്റേ ദിവസവും അതുപോലെ കീ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ദിവസത്തിൻ്റെ പിന്നീട് വന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളുടെ ഒരു ആകത്തുക എന്നൊക്കെ പറയാം. ആ ഒരു ട്രാൻസിഷൻ, ഷിഫ്റ്റിങ്ങും പിന്നെ അങ്ങോട്ടുള്ളൊരു ട്രാൻസിഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് കീ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പലരും നമ്മളുടെ അടുത്ത് പറഞ്ഞു അവർ വന്ന് ഹെൽപ്പ് ചെയ്യാം സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് കുറേ അധികം സാധനങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ഫേർണിച്ചേഴ്സ്. നമ്മൾ 5 പേരെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങൾ തന്നെ കുറേ വരും. പിന്നെ അതിൻ്റെ ഒപ്പം ഫേർണിച്ചേഴ്സും ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എളുപ്പമല്ല. അപ്പം നമ്മൾ ആലോചിച്ചപ്പോൾ ഇതാണ് സൗകര്യം. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ വീടിനോട് ഗുഡ് ബൈ എന്ന് പറയാൻ പറ്റില്ല എന്നല്ല. ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. നാളെ തിരിച്ച് വരും. പക്ഷേ നമ്മളിപ്പം സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഫൈനലി ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫൈനലി എന്ന് പറയാനായിട്ട് മുഴുവനായിട്ടാണ് പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളോടെ നമ്മുടെ മറ്റേ റെൻറ്റിന് മുമ്പ് താമസിച്ച വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ക്ലീനിങ്ങും ഇനി ബാക്കിയുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇന്ന് മുതൽ ഇവിടെ സ്റ്റേ ആയിരിക്കും. പിന്നെ ബാക്കി സാധനങ്ങൾ ഇനി നാളെ അവിടെ പോയിട്ട് ബാക്കി സാധനങ്ങൾ എടുക്കണം. തന്നെ ഇവിടെ നിന്ന് വലിയ ദൂരമില്ല, 1/2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ബാക്കി സാധനങ്ങൾ കിട്ടണം. പിന്നെന്തായിരുന്നു പിന്നെ അവിടെ ക്ലീൻ ചെയ്യാനുണ്ട്, ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ സ്ഥിരമായിട്ട് നമ്മളിവിടെ എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു, അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്ന് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. അറിയാമല്ലോ, ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ നമ്മളുടെ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് ഒരു മലയാളി ചേട്ടൻ്റെ ആണ്. അതായത് നമ്മുടെ റിയൽട്ടർ ചേട്ടൻ അതൊരു മലയാളിയാണ്. ആ ചേട്ടൻ്റെ പേര് റെജി എന്നാണ്. അപ്പോൾ റെജി ചേട്ടൻ പറഞ്ഞു തന്ന ഒരു ചേട്ടനാണ് വിനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ. വിനിൽ ചേട്ടനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പുള്ളിയുടെയാണ് എന്തായാലും ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ്. അപ്പോൾ ആ പുള്ളി വഴിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 2 മലയാളി ചേട്ടന്മാർ തന്നെയാണ് വന്നത്. ഗ്ലോബൽ മൂവേഴ്സ് ആണ് കേട്ടോ ഇവരുടെ പേര്. അപ്പോൾ അവരാണ് വന്നത്. സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു. ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തിച്ചു. പിന്നെ അവർ വന്ന് ഇവിടെ വെച്ച് തരേണ്ട സാധനങ്ങളെല്ലാം, കാരണം അവിടെ നിന്ന് ചില സാധനങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിവിടെ വന്നെല്ലാം ശരിയാക്കി തന്നു. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല 3 പിള്ളേർ, അവർക്കാണെങ്കിലും ഇറിറ്റേഷൻ, ദേഷ്യം, മാത്രം TV കണ്ടിട്ടിരിക്കുക. അപ്പോൾ ഇറിറ്റേഷൻ, ദേഷ്യം, അതൊക്കെ വിശപ്പ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞ് വേഗം അതിനു മുമ്പ് തന്നെ പിള്ളേർക്ക് വേഗം ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒതുക്കൽ, നമുക്ക് നമ്മുടെ ബെഡ്റൂമുകളും അത്യാവശ്യ സംഭവങ്ങളൊക്കെ സെറ്റാക്കലും, TV അതൊരു വൺ ഓഫ് ദി അത്യാവശ്യ സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 2 കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പം സമയം എത്രയെന്ന് അറിയാമോ? അപ്പോൾ ഇപ്പം സമയം 11:30 അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 11:30 ഇപ്പോഴാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കാൽഗറിയിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ, അതായത് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കേരള റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു രസം റെസ്റ്റോ ബാർ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി, അതായത് കേരള റെസ്റ്റോറൻറ്റ് എന്നാണ് നമ്മൾ ഭക്ഷണം മേടിച്ചത്. പിള്ളേർ മസാല ദോശ, പൊറോട്ട, ഗീ റോസ്റ്റ്, ആ വക സാധനങ്ങളാണ് കഴിച്ചത്. ഞാനും വിനും ബിരിയാണി, മട്ടൻ ബിരിയാണി. അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നാളെ വീണ്ടും രാവിലെ പതുക്കെ എണീക്കലുണ്ടാവുള്ളൂ, ഉച്ചയാവുമായിരിക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ. ഇനി അവിടെ പോയി ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ. അപ്പോൾ ഇതിപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ
നമ്മളെന്താ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ക്ലീനിങ്ങിന് നമ്മളുടെ റെൻറ്റിന് താമസിച്ച വീട്ടിലേക്ക് പോകണം. അതിനു മുമ്പ് കുറച്ച് ബോക്സുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചണെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് സെറ്റാക്കി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം മേടിച്ചൊരു വഴിക്കാവും. പ്രത്യേകിച്ച് പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മളൊന്ന് പാലൊക്കെ കാച്ചി ഒന്ന് ജീവിതമൊക്കെ തുടങ്ങണ്ടേ. അപ്പം കിച്ചണിലെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാ ബോക്സുകളുടെ മുകളിൽ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ചെറുതായിട്ടെങ്കിലും ഒരു ലിസ്റ്റൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ബോക്സൊക്കെ തുറന്നത്. പിന്നെ ഞാൻ നമ്മളുടെ ഗാരാജിലാണ് നമ്മൾ ഈ പെട്ടെന്ന് തുറക്കണ്ടാത്ത, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം അകത്തേക്ക് എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ബോക്സുകളെല്ലാം നമ്മൾ ഗാരാജിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു സൈഡിൽ അതങ്ങനെ കിടപ്പുണ്ട്, മറ്റേ സൈഡിൽ വേറെയും കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ അകത്താണെങ്കിലും നമ്മുടെ ലിവിങ് ഏരിയയിൽ നമ്മുടെ സോഫ, കുറച്ച് ഫേർണിച്ചേഴ്സ് നമ്മൾ ആക്ച്വലി പുതിയത് വാങ്ങുകയാണ്. ഇപ്പോൾ സോഫയൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ ഏരിയയൊക്കെ ഇങ്ങനെ വേക്കൻ്റായി കിടക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെയും കൂടെയൊക്കെയാണ് സാധനങ്ങളൊക്കെ വെച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ല, നമ്മൾ മുമ്പ് റെൻറ്റിന് താമസിച്ച വീട്ടിലേക്ക് നമ്മളിന്ന് പോയി വീട് മൊത്തം ഒന്ന് ക്ലീനാക്കി എടുത്തു. ഞാൻ കുറച്ച് സഹായിച്ചുള്ളൂ, വിനുവാണ് കൂടുതലും അത് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുത്തത്. പിന്നെ വൈകിട്ട് ആ വീടിൻ്റെ ഓണർ വന്ന് അതെല്ലാം ഒന്ന് നോക്കി നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ച് തന്നിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു മിക്സ്ഡ് എമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. കാരണം കുറച്ച് മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീടായിരുന്നു അത്. അപ്പോൾ ആ വീടിനോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഈ വീട് മാറൽ പ്രമാണിച്ച് നമ്മൾ 2 ദിവസം ലീവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ബാക്ക് ടു റിയാലിറ്റി. അപ്പോൾ ജോലിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ജോലിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പാല് കാച്ചി നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന്. അപ്പോൾ ഈ പാല് കാച്ചണത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചെറിയതായിട്ട് ഒരു പരിപാടിയൊക്കെ നടത്തണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആക്ച്വലി നമ്മൾ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനുവിന് ഡെയിലി ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശീലമായിട്ടുള്ളവർക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്ക് അതറിയാം. കാരണം തലവേദന വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. എനിക്ക് ഇതൊരു ശീലമില്ലാത്തതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമല്ല. പക്ഷേ വിനുവിന് അത് കിട്ടിയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പം ഈ വീട് മാറൽ കാരണം കുറച്ച് ദിവസമായിട്ട് വിനുവിന് ചായ കിട്ടുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വിനുവിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് വന്നാൽ പിന്നെ ഇനിയിപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, പാലങ്ങോട്ട് കാച്ചിയേക്കാം. ആക്ച്വലി പാല് കാച്ചുമ്പോൾ നമ്മൾ അതിന് വേണ്ടി അങ്ങനത്തെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്തില്ല. നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റു, നമ്മളങ്ങോട്ട് പാല് കാച്ചാന്ന് വിചാരിച്ചു. ഞാനും വിനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിള്ളേർ പോലും എണീറ്റുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പാലങ്ങോട്ട് കാച്ചി ഒന്ന് പ്രാർത്ഥിച്ച് മനസ്സിൽ ദൈവത്തിനെയൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ പാല് കാച്ചി ആ ഒരു കർമ്മം അങ്ങോട്ട് നിർവഹിച്ചു. വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. ആക്ച്വലി പാല് കാച്ചിയപ്പോൾ പിള്ളേർ കൂടി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും അവരെണീറ്റപ്പോൾ നമ്മൾ ഈ കാച്ചിയ പാലിൻ്റെ വിഹിതമൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു. ഇതൊക്കെ പായസമാക്കുകയോ അങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ പാലിൻ്റെ വിഹിതം എല്ലാവർക്കും നമ്മൾ കൊടുത്തു. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കല്ല, അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഫേർണിച്ചേഴ്സ് കുറച്ച് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ വന്നു. ഇനിയും കുറേ വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്ന് വീട് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വെഞ്ചിരിക്കൽ പരിപാടി അതുണ്ടാവും. പക്ഷേ അതിന് ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. അപ്പം അതാണ് നമ്മളുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.